ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഹാപ്പി ദീപാവലി. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പീസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, സ്വീറ്റ്സ്. ഫസ്റ്റ് വന്നിട്ട് ബിസ്ക്കറ്റ് പേട. നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഫൈൻ പൗഡർ ആവണം കേട്ടോ. ഫൈൻ പൗഡർ ആയാലാണ് നമുക്ക് കറക്റ്റായിട്ട് പേട കിട്ടുക. ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് ബിസ്ക്കറ്റിന് മധുരമുണ്ട്, അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വാനില എസൻസ് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം ഒരല്പം നെയ്യ്, ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ലേ, അതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി മാവൊന്നും കുഴക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതൊന്ന് എല്ലാം കൂടെ ആ മധുരവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇതാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് മാവ് പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ. പച്ചപ്പാൽ അങ്ങനെ ചേർക്കണ്ട, തിളച്ച പാൽ ചേർത്താൽ, കാരണം നമ്മളിതിന് കുക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെറും 2 ടേബിൾ സ്പൂൺ പാലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഒരു പിടുത്തം തോന്നിക്കഴിഞ്ഞാൽ, ടൈറ്റ്നെസ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ ഇതുപോലെ നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുഴച്ചെടുക്കുക. ഇത് നമ്മൾ ഏത് രീതിയിലാണോ, ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു നോർമൽ ഷേപ്പ്, അതായത് സാധാരണ റൗണ്ട് ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഉണ്ട ഉരുട്ടിയിട്ട് കയ്യിൻ്റെ നടുവിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം നല്ല റൗണ്ടിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് നടുവിലായിട്ട് ചെറിയൊരു കുഴി ഇട്ട് കൊടുക്കണം. നമ്മുടെ ചെറിയ വിരൽ വെച്ചിട്ട് ഒരു കുഴി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു പേടയുടെ ഷേപ്പ് ആവും നമുക്ക്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുഴിയിലേക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പിസ്ത നട്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയോ. ഇപ്പം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ, നമ്മുടെ ബിസ്ക്കറ്റ് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഗുലാബ് ജാമുനാണ്, അത് ബ്രെഡ് ഗുലാബ് ജാമുനാണ്. വളരെ ഈസി ആയിട്ടും അതുപോലെ ഇൻസ്റ്റൻ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 വശം കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എടുത്താലാണ് നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല വെള്ള കളറിൽ അകത്തൊക്കെ കിട്ടുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. 2-3 തവണ കറക്കി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്തെടുക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന പോലെ ആദ്യം ഒന്ന് നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കണം, നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നെ നമ്മൾ എക്സ്ട്രാ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ കറക്റ്റ് 3 ടേബിൾ സ്പൂണാണ് വേണ്ടി വന്നത്. അപ്പോൾ ഇതേപോലെ ഉണ്ട ഉരുട്ടി എടുക്കുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉണ്ട ഉരുട്ടി എടുക്കുക. പ്രസ് ചെയ്തിട്ട് ഉണ്ട ഉരുട്ടാൻ പറയുന്നത് നമുക്കിങ്ങനെ സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഉരുള കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസ് ചെയ്തിട്ട് തന്നെ പിടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഉണ്ടകളും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം.
ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ബാച്ചായിട്ടാണ് ഇട്ട് ഫ്രൈ ചെയ്തത്. ഒറ്റ ബാച്ചായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്പേസ് ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം. അതിനുശേഷം നമുക്കിനി ഷുഗർ സിറപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇത് നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു 3 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ചിലർ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ലെമൺ ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം തിളച്ചതിന് ശേഷം ഒരു മിനിറ്റ് കൂടെ ഫ്ലെയിം ഓഫ് ചെയ്യാതെ വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഗുലാബ് ജാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അരമണിക്കൂറെങ്കിലും, ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതിനകത്ത് കിടക്കണം. എങ്കിലാണ് കറക്റ്റായിട്ട് ആ ഒരു ഷുഗറൊക്കെ അബ്സോർബായിട്ട് നന്നായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ജിലേബി തയ്യാറാക്കുന്നതെന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ബാറ്റർ മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ദോശ ബാറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അളന്ന് 2 കപ്പിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയിൽ വരണം കേട്ടോ നമ്മുടെ മാവ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ജിലേബി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരമുറി നാരങ്ങ അത് മസ്റ്റായിട്ട് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരും കേട്ടോ. പിന്നെ ഇത് മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് നേരം കൂടി ഇട്ട് തിളപ്പിക്കണം. ചെറുതായിട്ടൊരു സ്റ്റിക്കി ഒരു കൺസിസ്റ്റൻസി വരണം. അതിന് ശേഷമാണ് അത് ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ജിലേബി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒരുപാടങ്ങ് ചൂടാവുമ്പോൾ ഇതിട്ട് കൊടുക്കരുത്. ലൈറ്റ് ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടിയത് ഇതുപോലെ കെച്ചപ്പിൻ്റെ ബോട്ടിലിൽ ചെയ്തപ്പോഴാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ ജിലേബിയും ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരുപാട് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കളർ ചേഞ്ച് ആക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ സിറപ്പിലിട്ട് വയ്ക്കാം. ഷുഗർ സിറപ്പിൽ ഞാനൊരു 20 മിനിറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ജലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ്, അതായത് ബ്രോക്കൺ വീറ്റിൻ്റെ ലഡുവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം. അതേപോലെ ഭയങ്കര ടേസ്റ്റി ലഡുവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം ഇത് കുറച്ച് വലിപ്പമുള്ള നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ടാണ് ഞാനിത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ചെറിയ തരിതരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കഴുകി കുറച്ച് നേരം ഇട്ടതിന് ശേഷം ഇതെടുത്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ പൊതുവേ ലഡുവിന് കറുത്ത മുന്തിരി ആയിരിക്കും, അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർത്ത്. ഇനി നെയ്യിലേക്ക് തന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ നുറുക്ക് ഗോതമ്പിലുള്ള ആ ഒരു വെള്ളമയമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളം. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ചോട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയാൽ മതി. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പം നല്ല മഞ്ഞ കളറിൽ ലഡു കിട്ടും. ഇതിലേക്ക് കുറച്ച്
ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. കുറച്ച് വെള്ളമൊക്കെ അടിയിലുണ്ട്, പക്ഷേ ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി കൂടെ ഒരു വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവായിക്കോളും. ഇത് കുക്കായതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കുക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വെന്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര മെൽറ്റായതിനു ശേഷം കുറച്ചുകൂടെ ഒരു വെള്ളം പോലെ ഉണ്ടാവും. ആ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നമ്മുടെ ഹലുവയൊക്കെ ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിന്, ലഡു എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ട ഷേപ്പാണ്. അപ്പോൾ അതേപോലെ റൗണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കിസ്മിസ്, കറുത്ത മുന്തിരി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദീപാവലിക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി.